DK മുരളി. എൻ്റെ നിയോജകമണ്ഡലത്തിലെ നെല്ലാട് പഞ്ചായത്തിൽപ്പെട്ട കുറ്ററയും ആനാട് പഞ്ചായത്തിലെ ആറാമ്പള്ളിയും രണ്ട് പമ്പ് ഹൗസുകളിലും വോൾട്ടേജ് ക്ഷാമം മൂലം കുടിവെള്ള വിതരണം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് സാർ. ഈ രണ്ട് പഞ്ചായത്തുകളിലെയും നിരവധി പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. വാമനപുരം ആനാട് KSEB സെഷനുകളുടെ പരിധിയിലാണ് പ്രസ്തുത പമ്പ് ഹൗസുകൾ സ്ഥിതി ചെയ്യുന്നത്. മാസങ്ങൾക്ക് മുമ്പ് KSEB വാട്ടർ അതോറിറ്റി അധികൃതരുടെ സംയുക്ത യോഗം വിളിച്ച് പ്രശ്നം പരിഹരിക്കുന്നതിന് ശ്രമിച്ചെങ്കിലും ഇപ്പോഴും വോൾട്ടേജ് ക്ഷാമം തുടരുകയാണ് സാർ. ഇക്കഴിഞ്ഞ ഓണനാളുകളിൽ ഈ രണ്ട് പഞ്ചായത്തുകളിലെയും ഈ ഭൂരിപക്ഷം പ്രദേശങ്ങളിലും പല ദിവസവും കുടിവെള്ളം മുടങ്ങുകയുണ്ടായി. വാട്ടർ അതോറിറ്റിയുടെ അധികൃതരും ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. കണക്ഷനുകളുടെ എണ്ണം കൂടുന്നതാണ് എല്ലായിടത്തും വോൾട്ടേജ് എത്താത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആയതിനാൽ ഇക്കാര്യത്തിൽ അടിയന്തര ശ്രദ്ധയുണ്ടായി പ്രസ്തുത സ്ഥലങ്ങളിൽ ശാശ്വതമായ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ സബ്മിഷനിലൂടെ വൈദ്യുതി മന്ത്രി. നെടുമങ്ങാട് ഡിവിഷനിലെ വാമനപുരം സെക്ഷൻ്റെ പരിധിയിലാണ് പ്രസ്തുത പമ്പ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. നെല്ലനാട് വാമനപുരം പഞ്ചായത്തുകളിലെ മേലാറ്റുകഴി, വണ്ടിപ്പുരമുക്ക്, കന്തലക്കോണം എന്നീ സ്ഥലങ്ങളിലേക്ക് ജലം പമ്പ് ചെയ്യുന്നതിന് വാട്ടർ അതോറിറ്റിയുടെ കുറ്ററ പമ്പ് ഹൗസിൽ നിന്നുമാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ കുറ്ററ സ്ഥാപിച്ചിരിക്കുന്ന ഈ പമ്പ് ഹൗസിലെ നിലവിലുള്ള കണക്റ്റഡ് ലോഡ് 120 HP ആണ്. എന്നാൽ ഈ പമ്പ് ഹൗസ് ഒരു ലോ ടെൻഷൻ കണക്ഷനായാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കിളിമാനൂർ 110 kV സബ്സ്റ്റേഷനിൽ നിന്നുള്ള 11 kV കാരറ്റ് ഫീഡർ വഴിയാണ് സാധാരണ ദിവസങ്ങളിൽ ടി പമ്പ് ഹൗസിലേക്ക് വൈദ്യുതി ലഭ്യമാക്കുന്നത്. എന്നാൽ കാരറ്റ് ഫീഡർ ഫാൾട്ടാകുന്ന അവസരങ്ങളിലും അറ്റകുറ്റപ്പണികൾക്കായി ഓഫ് ചെയ്യുന്ന അവസരങ്ങളിലും മറ്റു ഫീഡറുകൾ വഴി ബാക്ക് ഫീഡ് ചെയ്ത് പമ്പ് ഹൗസിലേക്ക് വൈദ്യുതി നിലനിർത്താറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിലാണ് വോൾട്ടേജ് വ്യതിയാനം ഉണ്ടാകുന്നത്. പ്രസ്തുത വോൾട്ടേജ് ക്ഷാമം ശാശ്വതമായി പരിഹരിക്കുന്നതിന് വാട്ടർ അതോറിറ്റി ആവശ്യപ്പെട്ടതനുസരിച്ച് ഹൈ ടെൻഷൻ കണക്ഷൻ നൽകുന്നതിനായി നെല്ലനാട് 110 മീറ്റർ 11 kV OH ലൈൻ നിർമ്മാണത്തിനായി 2,99,382 രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും വാട്ടർ അതോറിറ്റി പുസ്തക തുക ഒടുക്കുകയും ചെയ്തിട്ടുണ്ട്. പുസ്തക പ്രവൃത്തിയുടെ ലൈൻ നിർമ്മാണം 25/9/2005 മുൻപ് തന്നെ പൂർത്തീകരിക്കുന്നതാണ്. വാട്ടർ അതോറിറ്റി വയറിങ്ങും ടെസ്റ്റ് റിപ്പോർട്ടും ഉൾപ്പെടെ അനുബന്ധ പ്രവൃത്തികളും പൂർത്തീകരിച്ച നിലവിലെ കണക്ഷൻ ഹൈ ടെൻഷനായി മാറുമ്പോൾ കുറ്ററ പമ്പ് ഹൗസിലെ വോൾട്ടേജ് ക്ഷാമം ശാശ്വതമായി പരിഹരിക്കപ്പെടുന്നതാണ്. ആറാമ്പള്ളി പമ്പ് ഹൗസ് നെടുമങ്ങാട് ഡിവിഷനിലെ ചുള്ളിമാനൂർ സെക്ഷൻ്റെ പരിധിയിലാണ് പ്രസ്തുത പമ്പ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ചുള്ളിമാനൂർ സെക്ഷൻ പരിധിയിലുള്ള ആറാമ്പള്ളി പമ്പ് ഹൗസിലേക്ക് നിലവിലുള്ള ആറാമ്പള്ളി പമ്പ് ഹൗസ് 110 kV ട്രാൻസ്ഫോർമറിൽ നിന്നുമാണ് വൈദ്യുതി വിതരണം ചെയ്യുന്നത്. ഈ പമ്പ് ഹൗസിൽ 35 HP ഒരു മോട്ടറാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ചുള്ളിമാനൂർ 33 kV സബ്സ്റ്റേഷനിൽ നിന്നുള്ള 11 kV പാനൂർ ഫീഡർ വഴിയാണ് ആറാമ്പള്ളി പമ്പ് ഹൗസിലേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്നത്. ചുള്ളിമാനൂർ 33 kV സബ്സ്റ്റേഷനിലേക്കുള്ള വൈദ്യുതി എത്തിക്കുന്ന 110 kV നെടുമങ്ങാട് സബ്സ്റ്റേഷനിലെ ടാപ്പ് ചേഞ്ചർ 19/7/2005 മുതൽ 19/8/2005 വരെ കേടായിരുന്നതിനാൽ മതിയായ വോൾട്ടേജ് നിലനിർത്തുന്നതിന് തടസ്സം നേരിട്ടിരുന്നു. ഇപ്പോൾ കേടുപാടുകൾ പരിഹരിക്കുകയും ആറാമ്പള്ളി പമ്പ് ഹൗസിലെ മോട്ടോറിന് കൃത്യമായ വോൾട്ടേജ് നിലനിർത്തി പോവുകയും ചെയ്യുന്നുണ്ട്.